പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി കമലയോട് പറയുന്നുണ്ട്, അമ്മയുടെ സുഖവാസം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അമ്മയ്ക്ക് ഇവിടെ ഇത്തിരി സുഖം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായത്. അമ്മയെ കൊല്ലപ്പള്ളി കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അമ്മയെ നോക്കാനാണ് എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് ആകെ ടെൻഷനായി. കാരണം മുത്തശ്ശി അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ നോക്കണ്ടേ, അതിൻ്റെ ഒരു ടെൻഷൻ കമലയുടെ മുഖത്ത് കാണുന്നുണ്ട്. അതിനുശേഷം വൈജയന്തി വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ. അങ്ങനെ കുറേ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയോട് പോയി അലീന ഈ കാര്യം പറയുന്നുണ്ട്. മേഡം ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോയി എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി ഇങ്ങനെ അന്തിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്താണ് വരുന്നത് എന്ന് അറിയത്തില്ലല്ലോ, പുറത്തേക്ക് പോയേക്കുന്ന വൈജയന്തിയല്ലേ. ഏതായാലും വൈജയന്തി ഹോം നേഴ്സിനെ അന്വേഷിച്ചാണ് ഇറങ്ങിയത് എന്ന് തോന്നുന്നു. അങ്ങനെ ഹോം നേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുണ്ടല്ലോ, അവിടെ പോയി അന്വേഷിക്കാനാണ് പോയത്. ഏതായാലും ഹോം നേഴ്സിനെ കിട്ടുമെന്ന് അറിയത്തില്ല. അലീന എന്താണേലും അവിടുന്ന് പൊക്കച്ച് പുറത്തേടിക്കും എന്ന് ഉറപ്പിച്ചേക്കുവാണ് വൈജയന്തി. തിരിച്ചു വരുന്ന വൈജയന്തി ഗോവർദ്ധൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വാർത്ത അലീനയെ ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിച്ചു എന്നുള്ളതാണ്. ഇനി എന്ത് പറഞ്ഞ് പിരിച്ചുവിടും. ഏതായാലും വൈജയന്തിക്ക് ഒരു ഇരുട്ടടി കിട്ടിയ അവസ്ഥയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചിരിച്ചിരിക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ഒപ്പം കൂടെ നിന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. മിക്കവാറും വൈജയന്തിക്കിട്ട് ഒരു പണി കൊടുത്തതിൻ്റെ സന്തോഷമായിരിക്കും രണ്ടുപേരുടെ മുഖത്ത്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.